ഇപ്പോൾ നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24 സംസാരിക്കും. ഞങ്ങളുടെ ഈ പേരുകൾ പ്രഖ്യാപിച്ചപ്പോൾ പൊതു സ്വീകാര്യത വന്നത് അതൊരു ടീമാണ്. ടീം വർക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമകാലീന രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. അവിടെ ഒരു ചോദ്യം, ഈ സണ്ണി ജോസഫ് വരുമ്പോൾ ചർച്ചയാകുന്നതടക്കം 7 മാസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അതൊരു രഥമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. അപ്പം താഴെത്തട്ടിൽ പ്രവർത്തനം, താഴെത്തട്ടിൽ സംഘാടനം, അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷണൽ ഓഡിറ്റ് അത് നമുക്ക് അനിവാര്യമല്ലേ? കാര്യം വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് ഇലക്ഷനിലെ വിജയത്തിന് ശേഷം നമ്മൾ ബത്തേരിയിൽ ക്യാമ്പ് ചേർന്നിരുന്നു. ആ ക്യാമ്പിലെ മിഷൻ 2025 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെ ഇപ്പം KPCCയുടെ തീരുമാനപ്രകാരം മഹാത്മാ കുടുംബ സംഗമങ്ങൾ, ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് സംസാരിച്ച സഹപ്രവർത്തകർ 4-5 കുടുംബ സംഗമങ്ങളിൽ സംബന്ധിച്ച് പ്രസംഗിച്ച നേതാക്കന്മാരെ എനിക്ക് കാണാൻ സാധിച്ചു. ഞാനിപ്പോൾ 2 ചാനലുകളോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പേരാവൂരിൽ ഈ KPCCയുടെ പ്രസിഡൻ്റായിട്ട് എന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനൊരു കുടുംബ സംഗമത്തിൽ പങ്കെടുത്തത് 326ാമത്തെ ആളായിട്ടാണ് ഞാൻ ഒപ്പിട്ടത്. അപ്പോൾ കോൺഗ്രസിനെ ഗ്രാമങ്ങളിൽ, ബൂത്തുകളിൽ, വാർഡുകളിൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ തുടങ്ങി കഴിഞ്ഞു. അതിനെ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ. ഈ സഭയുടെ നോമിനി എന്നുള്ള വിമർശനം അതൊക്കെ രാഷ്ട്രീയമായി മാറ്റിവെക്കാം. പക്ഷേ മലയോര മേഖലയുടെ ഒരു നോമിനിയായി സണ്ണി ജോസഫിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മലയോര മേഖലയിലെ വന്യജീവി സംഘർഷമടക്കമുള്ള പ്രശ്നങ്ങളായിരിക്കുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ടൂൾ? കേരളത്തിലെ ഏറ്റവും വലിയൊരു ജീവൽ പ്രശ്നമായിട്ടൊന്ന് വന്യജീവി അക്രമം മാറിയിട്ടുണ്ട്. ഞാൻ 2 വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി പങ്കിടുന്ന 3 കർണാടകത്തിൻ്റെ ഉൾപ്പെടെ ഒരു MLA ആണ് ഞാൻ. അപ്പോൾ നിയമസഭയിൽ അത് ശക്തമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് KPCC അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ജീവൽ പ്രശ്നമാണ്. അതിനെ ഞങ്ങൾ കൂടുതൽ UDF ആ കാര്യത്തിൽ, UDFൻ്റെ ഒരു മലയോര ജാഥ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ UDF അതിന് കൂടുതൽ ഫോക്കസ് നൽകിക്കൊണ്ട് ആ വിഷയം ഉൾപ്പെടെ കാർഷിക പ്രശ്നങ്ങൾ വേറെ എത്രയാണ്, കർഷകരെ വായ്പാ കുടിശ്ശികയിലെ വലിയ പ്രതിസന്ധി നിൽക്കുകയല്ലേ, അതിനെയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലയുടെ ഇന്നത്തെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാനും കൂടി ഞങ്ങൾ മുൻഗണന നൽകും. K. സുധാകരനെ തൃപ്തിപ്പെടുത്താനാണ് സണ്ണി ജോസഫ് എന്ന ഒരാൾ എന്നൊരു ചർച്ചയും ഒരു വിമർശനവുമൊക്കെ ഈ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, ഗൗരവത്തിലെടുക്കാറുണ്ടോ? K. സുധാകരനെ തൃപ്തിപ്പെടുത്താനല്ല, ശക്തിപ്പെടുത്താനാണ് സണ്ണി ജോസഫ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താങ്കളോടൊപ്പം വർക്ക് ചെയ്യാൻ വരുന്നൊരു ടീമാണ്. ഷാഫി പറമ്പിൽ ഒരു ക്രൗഡ് പുള്ളറാണ്. AP അനിൽകുമാർ ഒരു വലിയ മാസിനെ ആകർഷിക്കുന്ന ആളാണ്. PC വിശ്വനാഥ് കേരളത്തിന് പുറത്ത് കർണാടകയിലും കുണ്ടറയിലും ഒക്കെ കഴിവ് തെളിയിച്ച ആളാണ്. ടീമിനെ എങ്ങനെ കാണുന്നു? ടീമാണ് ഏറ്റവും വലിയ കരുത്ത്. ടീം ഏറ്റവും നല്ല ടീമാണ്. അതാണ് ഞങ്ങളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ യാത്ര ചെയ്ത് ഒന്നിച്ചാണ്. അതിനും വലിയ അപ്രിസിയേഷൻ കിട്ടി. പോകുന്ന സ്ഥലത്തെല്ലാം ഈ ടീമിനെ, ഞങ്ങളോട് ഘടകകക്ഷി നേതാക്കന്മാർ, രാഷ്ട്രീയ എതിരാളികൾ പോലും ഈ ടീമിനെ അംഗീകരിക്കും. അതിശക്തമായൊരു ടീമാണ്. ഈ ടീമിൻ്റെ മുന്നേറ്റത്തിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്, പ്രവർത്തകരുടെ പിന്തുണയുണ്ട്, നേതൃത്വത്തിൻ്റെ എല്ലാ സഹായമുണ്ട്. ഈ പുതിയ UDF കൺവീനറിനെ അടക്കം വിശേഷിപ്പിക്കുന്നത് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നാണ്. ഇലക്ഷൻ കാലമാണ്. അത് തന്നെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ്, എല്ലാവരും അതെ. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ ടീമാണ്. എല്ലാ സ്ട്രാറ്റജിയുണ്ട്. ആവശ്യമായ എല്ലാ കരിക്കളും ഇതിൻ്റെ അകത്തുണ്ട്. K. സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ പറഞ്ഞത് ഈ സെമി കേഡർ, താഴെത്തട്ടിൽ വാർഡ് തലത്തിൽ കോൺഗ്രസിനെ സംഘടിപ്പിക്കാൻ ഒരു സെമി കേഡർ വ്യവസ്ഥയൊക്കെ കൊണ്ടുവരുമെന്നുള്ളതാണ്. സണ്ണി ജോസഫിൻ്റെ മനസ്സിൽ എന്താണ് ആലോചന? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അച്ചടക്കം, ചിട്ട, അനുസരണ, ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഐക്യം, ഇതൊക്കെയാണ്. അതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കോൺഗ്രസിനൊരു പാർട്ടി ഡിസിപ്ലിൻ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാരണം കഴിഞ്ഞ മാസവും ഒരു വലിയ വിവാദമുണ്ടായി. ഒരു മോർ പൊളിറ്റിക്കൽ ഡിസിപ്ലിൻ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഡിസിപ്ലിൻ അത്യാവശ്യം തന്നെയാണ്. പൊളിറ്റിക്കൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. സംഘടനാപരമായും രാഷ്ട്രീയമായിട്ടുള്ള അച്ചടക്കം അത്യാവശ്യമാണ്. പിണറായി വിജയനെതിരെയായിരുന്നു മുൻ അധ്യക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊമ്പ് കോർക്കൽ. രാഷ്ട്രീയമായും അല്ലാതെ അദ്ദേഹം പറഞ്ഞത് പിണറായിയെ താഴെ ഇറക്കിയിട്ടേ താനിനി മടങ്ങുള്ളൂ എന്നുള്ളതാണ്. സണ്ണി ജോസഫും പിണറായിയും തമ്മിൽ എങ്ങനെയാണ്? മുഖ്യമന്ത്രി സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ, ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. കോൺഗ്രസിന്റെ സൗമ്യനായ മുഖമാണ് സണ്ണി ജോസഫ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും.